വചനം ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കി വരുന്ന എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം, എഫെസ്യരുടെ ലേഖനമാ. ഹല്ലേലൂയ. എഫെഷ്യൻസ് ധ്യാനിക്കും തോറും ആത്മീയ വർധനവ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എഫെസ്യരെ ധ്യാനിക്കും തോറും യു ഫീൽ സോ പവർഫുൾ ആസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും ഒക്കെ ഹല്ലേലൂയ നമുക്ക് എത്ര ശ്രമിച്ചാലും തിരിച്ചറിയില്ല. പക്ഷെ ആ സ്നേഹത്തിന്റെ ഓരോ അംശവും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓർക്കും എത്ര ഭാഗ്യമുള്ള ജീവിതം. ഹല്ലേലൂയ. നമ്മൾ നിന്ന് ശ്രദ്ധിക്കാം. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളൊന്ന് നമുക്ക് ചിന്തയ്ക്കെടുക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പേഴ്സ് 17 and 18. വചനം ഇങ്ങനെ പറയുന്നു: With the Lord's authority I say this, live no longer as the Gentiles do, for they are hopelessly confused. Their minds are full of darkness. They wander far from the life God gives because they have closed their minds and hardened their hearts against him. ആകയാൽ ഞാൻ കർത്താവിൽ നിഷ്കർഷിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ ഞങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി ഹൃദയകാഠിന്യത്തിന്റെ ഫലമായ അജ്ഞാത നിമിത്തം തന്നെ. ആമേൻ. അജ്ഞത നിമിത്തം തന്നെ. ഹല്ലേലൂയ. നമ്മൾ ആ വേഴ്സ് നമ്പർ 17-18 17-18 വാക്യങ്ങൾക്കകത്ത് മെയിൻ ആയിട്ട് ഇത്ര വായിക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്: ജാതികളുടെ ജീവിതം ഇരുട്ട. ഹല്ലേലൂയ. എന്നുവെച്ചാൽ വചനം പറയുന്നു അവർക്ക് യേശുവിനെ അറിയില്ല. അവർക്ക് യേശുവിനെ അറിയേണ്ട ചാൻസ് വന്നാലും അവർ ഹൃദയം അടച്ചു വെക്കുന്നു. അവര് പറയുന്നു ഞങ്ങൾക്ക് ഇപ്പം വേണ്ട, ഞങ്ങൾക്ക് ഇത് അറിയണ്ട. അപ്പൊ ആര് എത്ര എവിടെ ഏത് ക്രിസ്തീയ പേരൻസിന്റെ മക്കളാണെന്ന് പറഞ്ഞാലും യേശുവിനെ അറിയത്തില്ലയോ, യേശുവുമായിട്ട് ബന്ധമില്ലയോ, എല്ലാരും ജാതികൾ തന്നെയാ. ഹല്ലേലൂയ. അപ്പം യേശുവിന് സമയം കൊടുക്കുന്നില്ല, യേശുവിനെ അറിയാൻ നോക്കുന്നില്ല, യേശുവുമായിട്ട് കൂട്ടായ്മയില്ല, യേശുവിന്റെ ഫോളോവർ അല്ല, യേശുവിന്റെ വചനങ്ങള് ധ്യാനിക്കുന്നില്ല, യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നില്ല, യേശുവില്ല ജീവിതത്തിൽ, എന്നാ പിന്നെ ജാതിയാ, അവര് ജെന്റൈൽസാ. ഹല്ലേലൂയ. രണ്ട് വർഗമേ ഉള്ളൂ, ആണും പെണ്ണും എന്ന് പറയുന്നത് പോലെ ആത്മീയ ലോകത്ത് ഒന്നിൽ കർത്താവിന്റെ മക്കള് അല്ലെങ്കിൽ ജാതികള്. സ്തോത്രം. അപ്പം ജാതികളെ കുറിച്ച് പറയുന്നു അവര് ഇരുട്ടിലാണ്, അവരുടെ ജീവിതം ഇരുട്ടാണ്, അവരെല്ലാം ഏത് കാര്യം വേണേലും എന്ത് വേണേലും ചെയ്യും എന്ന് പറയുന്നത്. അപ്പൊ their minds are dark, അവരുടെ ഹൃദയങ്ങള് ഇരുട്ടിൽ കിടക്കുക. അപ്പൊ ഇതൊന്ന് ഓർക്കണം, ഇരുട്ട്, ജാതികള് ഇരുട്ട്, ഇതെത്ര ഓർക്കണം. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, അതിന്റെ എഫെസ്യർ 4-ന്റെ 20-21, Ephesians 4 verse number 20-21 ഇങ്ങനെ പറയുന്നു: But that isn't what you learned about Christ, since you have heard about Jesus and have learned the truth that comes from him. അവിടെ നിൽക്കട്ടെ. അപ്പൊ വചനം അവിടെ പറയുന്നു, ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടു, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ പറയുന്നു. എഫെഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 8 and 9 ഇങ്ങനെ പറയുന്നു: For once you were full of darkness, but now you have the light from the Lord. So live as people of light, for this light within you produces only what is good and right and true. എന്ന് വെച്ചാൽ എഫെസ്യർ 5-ന്റെ 8-9. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി നടന്നുകൊള്ളു. അപ്പൊ ശ്രദ്ധിച്ച്, ജാതികൾക്ക് എന്താണുള്ളത്? ഇരുട്ടാണുള്ളത്. നിങ്ങളും ഞാനും യേശുവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് ഇരുട്ടായിരുന്നു. എന്നിട്ട് വചനം അവിടെ പറയുന്നു, എഫെസ്യർ 4-ന്റെ അതിന്റെ 20-21 പറയുന്നു, ഈ ഇരുട്ടിനകത്തുനിന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടു, നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുവിനെ കുറിച്ചുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് മുന്നോട്ട് വരുമ്പം വചനം പറയുവാണ്, ഹല്ലേലൂയ, നിങ്ങൾ ഒരു നാള് നിങ്ങൾ ഇരുട്ടായിരുന്നു, പക്ഷെ യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ അകത്ത് വെളിച്ചം വന്നു. അല്ലെ? അപ്പൊ എങ്ങനെ നമ്മളുടെ അകത്ത് വെളിച്ചം വരുന്നത്?
വചനം കേൾക്കുമ്പോ നമ്മളുടെ അകത്ത് വെളിച്ചം വരുന്നു. ഹല്ലേലൂയ. അതാണ് എഫെസ്യരുടെ 5:8 പറയുന്നത്. ഒരു നാള് നിങ്ങള് ഇരുട്ടുള്ളവരായിരുന്നു, പക്ഷെ ഇപ്പോഴോ ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളിലേക്ക് വന്നു. ഈ വെളിച്ചം വരുന്നത് വചനം കേൾക്കുമ്പോൾ വെളിച്ചം വരുന്നു. ഹല്ലേലൂയ. എത്രയധികം നമ്മൾ വചനം അപ്പം വചനം കേൾക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ ജീവിക്കുന്ന വചനം, ഈ കെട്ടുപോകാത്ത ബീജം, 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് പറയുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നത് എങ്ങനെയാ വന്നത്? ഈ കെടാത്ത ബീജം നിങ്ങളുടെ അകത്ത് വന്ന് വീണത് കൊണ്ട്. ഈ കെടാത്ത ബീജം അകത്ത് വന്ന് വീണപ്പോൾ ഹല്ലേലൂയ, നമ്മളുടെ അകത്ത് കിടന്ന ഇരുട്ട് ഹല്ലേലൂയ പ്രകാശമായി തീർന്നു. അതാ കർത്താവിന്റെ വചനം പറയുന്നു, 2 കൊരിന്ത്യരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. 2 Corinthians chapter 4 verse number 6 and 7 ഇങ്ങനെ പറയുന്നു, for God who said let there be light in the darkness has made this light shine in our hearts so we could know the glory of God that is seen in the face of Jesus Christ. എന്ന് വായിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകണം എന്ന് പറഞ്ഞ് എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള പരിജ്ഞാനത്തിന്റെ വെളിച്ചം, the knowledge of Christ which is seen on his face. അപ്പം ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആ തേജസ്, ക്രിസ്തുവിന്റെ, പിതാവായ ദൈവത്തിന്റെ ആ തേജസ് ക്രിസ്തുവിന്റെ മുഖത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഈ വെളിച്ചം എന്ത് സംഭവിച്ചു? വായിച്ച്. ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. എവിടെ അത് പ്രകാശിച്ചത്? നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എഫെസ്യരുടെ ലേഖനം പറയുന്നു, ജാതികള് ഇരുട്ടില്ല. എന്താ അവരിരുട്ടില്? അവര് അജ്ഞതയിൽ കഴിയുന്നു. എന്തിന്റെ അജ്ഞതയാ? വചനത്തിന്റെ അജ്ഞതയിൽ അവർ കഴിയുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിനകത്തും അവരുടെ ജീവിതത്തിനകത്തും ഇരുട്ടാ. പക്ഷെ നിങ്ങളോ, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, നിങ്ങൾ ക്രിസ്തുവിന്റെ സത്യം അറിഞ്ഞു, നിങ്ങൾ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രകാശം കയറി. നിങ്ങളുടെ ഹൃദയത്തിനകത്തെ അജ്ഞത മാറിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവിക പരിജ്ഞാനം കയറി. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് ജാതികൾ അവരുടെ കൺഫ്യൂഷനിൽ എടുക്കുന്നത് പോലെയല്ല. പക്ഷെ ഇന്ന് നിങ്ങളും ഞാനും തീരുമാനമെടുക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് നിങ്ങളും ഞാനും തീരുമാനങ്ങൾ എടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളും ഞാനും ജീവിക്കുന്ന ഇരുട്ടിലല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രകാശത്തില്. അപ്പം തിരിച്ചറിയണം, നമ്മളുടെ ജീവിതത്തിനകത്ത് പ്രകാശം ഉണ്ടാകുന്നത് വചനം കയറി വരും തോറും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രകാശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ ജീവിതം ഐശ്വര്യമാകുന്നെന്ന്? ഈ ഐശ്വര്യമാകുന്നത് വചനത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും തോറും നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഐശ്വര്യമുള്ളതും പ്രകാശമുള്ളതും ഉയർച്ചയുള്ളതും നന്മയുള്ളതും ആയി തീരുക. സ്തോത്രം. നമ്മൾ വചനം അറിയും തോറും നമ്മളുടെ അകത്തെ ഭയം മാറുന്നു, നിരാശ മാറുന്നു, നമ്മളുടെ അജ്ഞത മാറുന്നു. ഹല്ലേലൂയ. നമ്മുടെ സൂപ്പർസ്റ്റിഷൻസ് അല്ലെ, സൂപ്പർസ്റ്റിഷൻസിന് എന്താ പറയുന്നത്? നമ്മള് പല കടങ്കഥകളും കൊണ്ട് മനുഷ്യർ നമ്മളെ പറ്റിക്കും, അല്ലെങ്കിൽ നമ്മള് കുറെ പാരമ്പര്യത്തിൽ നിന്ന് കേട്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയാം, ഒരു സൂപ്പർസ്റ്റിഷൻ ഞാൻ പറയാം. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറഞ്ഞ് ഞാനിങ്ങനെ വളർന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒയ്യോ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒന്നും ആർക്കും പൈസ കൊടുക്കല്ലേ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കല്ലേ, പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് കൊടുക്കല്ലേ, കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം കയറും എന്നൊക്കെ. അങ്ങനെയല്ല. ഹല്ലേലൂയ. ഒരിക്കലുമല്ല. അത് എന്തിനാ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ശരിക്കും അത് കാലഘട്ടത്തിന്റെ ഒരു ഇതായിരുന്നു. അന്നൊന്നും കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല അല്ലെ. എല്ലാരും റാന്തൽ വിളക്കും വെച്ചോണ്ടൊക്കെയാ നടന്നുകൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്ത്. അപ്പൊ ഈ സന്ധ്യ സമയം കഴിയുമ്പം ഇരുട്ടായി കഴിഞ്ഞു. ഈ ഇരുട്ടത്ത് പൈസയൊക്കെ കാണാൻ പറ്റുമോ? പക്ഷെ ഇന്ന് നമുക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെളിച്ചമൊക്കെ ഉള്ളത് കാരണം നമുക്ക് പൈസയൊക്കെ കാണാൻ പറ്റും. ആരും നമ്മളെ പറ്റിക്കത്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എന്നിട്ട് അത് ദിവസവുമായിട്ടും ഒക്കെ കണക്ക് കൂട്ടി വെച്ചു. പക്ഷെ തിരുവചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്,
നാളുകളും ദിവസങ്ങളും അല്ല നമ്മൾ നോക്കേണ്ടത്. അല്ലയോ? നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളിയില്ല, ചൊവ്വയില്ല, അവിടെ ശനിയില്ല, ഞായറില്ല. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളും ഒരേപോലെയാ. സ്തോത്രം. അല്ലെ? നമ്മൾ എത്ര അധികം നമ്മൾ ദൈവരാജ്യം, നമുക്ക് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞല്ലേ, നമ്മൾ എത്രയധികം ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ഇടുന്നോ അത്രയധികം നമുക്ക് വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്തോത്രം. അതാണ് സത്യം. നമ്മൾ കൊടുക്കാതിരുന്നാൽ നമുക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ കൊടുക്കാത്ത വ്യക്തിയുടെ കയ്യില് ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് കറക്റ്റ്. ഹല്ലിയ. അല്ലാതെ നമ്മൾ വെള്ളിയാഴ്ച സന്ധ്യക്ക് കൊടുത്തത് കൊണ്ടോ ചൊവ്വാഴ്ച സന്ധ്യക്ക് കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല. സ്തോത്രം. എനിക്ക് എന്റെ അറിവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തില് എണ്ണി പൈസ കൊടുക്കുമ്പോ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയാണ് അവര് പറഞ്ഞ സന്ധ്യക്കൊന്നും ആർക്കും പൈസ ഇടപാടുകൾ കൊടുക്കല്ലേ. അത് പിന്നെ ഫിൽട്ടർ ചെയ്ത് ചൊവ്വാഴ്ച സന്ധ്യയും വെള്ളിയാഴ്ച സന്ധ്യയും ഒക്കെയായി. എന്റെയൊക്കെ വീടുകളില് ഞാൻ വളർന്നപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സന്ധ്യ കഴിഞ്ഞ ആർക്കും പൈസ കൊടുക്കല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, സന്ധ്യ കഴിഞ്ഞ് എന്തേലും ഒരു ഇടപാട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. പക്ഷെ ഇത് പറയുകയും ചെയ്യും, ഇതല്ലായിരുന്നു പ്രാക്ടീസ്. യേശുവിൽ വന്നപ്പോഴല്ലേ മനസ്സിലായത് കർത്താവിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ അജ്ഞതയായ ഒരു കാര്യം അല്ലെ. നമ്മൾ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ സത്യമായ കാര്യങ്ങൾ മനസ്സിലാവും. അവൻ ദാരിദ്ര്യം വരുന്നത് സന്ധ്യക്ക് കൊടുത്തിട്ട്, പൈസ സന്ധ്യക്ക് കൊടുത്തിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല. ദാരിദ്ര്യം കയറി കള്ളനെ പോലെ വരുന്നത് കർത്താവിന്റെ രാജ്യത്തില് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ വരുമ്പം കള്ളനെ പോലെ ദാരിദ്ര്യം കയറി വരുന്നതാ. സ്തോത്രം. അപ്പം നമുക്ക് മടങ്ങി വരാം വചനത്തിലേക്ക്. അപ്പം വചനം പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ്സിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെളിച്ചം വ്യാപരിക്കുന്നു. എവിടെ പറയുന്നു? 2 കൊരിന്ത്യർ 4:7 ഒന്ന് വായിച്ച്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് 6-ാം തിരുവചനത്തിനകത്ത് പറഞ്ഞ് ദൈവ തേജസ്, ആ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മുഖത്തിരിക്കുന്ന ആ തേജസ്, വചനമായ ക്രിസ്തുവിന്റെ അകത്തിരിക്കുന്ന തേജസ്, അല്ലയോ? നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മളുടെ അകത്ത് വന്ന് പ്രകാശിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് പ്രകാശിക്കുക, നമ്മുടെ ശരീരങ്ങൾക്കകത്ത് കയറി വ്യാപരിക്കുക. ഹല്ലേലൂയ. ഈ മൺപാത്രങ്ങളായ നമ്മളുടെ അകത്ത് ക്രിസ്തുവിന്റെ അത്യുന്നതപരമായ ശക്തി നമ്മളുടെ അകത്ത് വ്യാപരിക്കുക. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ പ്രകാശം, വചനത്തിന്റെ പ്രകാശം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ, സ്തോത്രം, നമ്മളുടെ അകത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. എഫെസ്യരുടെ 4 ഹല്ലേലൂയ അതിന്റെ 21 വരുമ്പോൾ എന്നിട്ട് വചനം ഇങ്ങനെ പറയുന്നു. അപ്പൊ 20-21 ഒന്ന് വായിക്കാം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥമായി കേട്ട് ക്രിസ്തുവിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. 22 മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പം 24 വരെ മലയാളത്തിൽ അത് വായിച്ചു കേട്ടു. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഇങ്ങനെയാ കിടക്കുന്ന. അതിന്റെ 20 തൊട്ട് കേൾക്കാം. 4:20 എഫെസ്യർ. But that isn't what you learned about Christ. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ജാതികള് അറിഞ്ഞതുപോലല്ല നിങ്ങൾ അറിയുന്നേ. നിങ്ങൾ സത്യം അറിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ സത്യം അറിഞ്ഞു, സത്യം എന്നെ സ്വാതന്ത്ര്യം ആക്കുന്നു. ഹല്ലേലൂയ. I have heard the truth and the truth will set me free. And 21 പറയുന്നു, since you have heard about Jesus and have learned the truth that comes from him, throw off your old sinful nature and your former way of life. അപ്പം നമ്മളുടെ പഴയ മനുഷ്യനെ എപ്പോഴാണ് നമുക്ക് ഉരിഞ്ഞു കളയാൻ സാധിക്കുന്നത്? നമ്മൾ സത്യം കേട്ട്, നമ്മൾ വചനം കേട്ട് ക്രിസ്തുവിനെ നമ്മൾ കേൾക്കും തോറും നമ്മളുടെ പഴയ മനുഷ്യന്റെ അകത്ത് ഇരുട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴയ മനുഷ്യന്റെ അകത്ത് അജ്ഞതയുണ്ടായിരുന്നു, നമ്മുടെ പഴയ മനുഷ്യന്റെ അകത്ത് കള്ളത്തരം ഉണ്ടായിരുന്നു, കൊള്ളാത്തതുണ്ടായിരുന്നു. തിരുവചനമായി 22-23 വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, നമ്മളുടെ പഴയ മനുഷ്യന്റെ അകത്ത് ഇറ്റ് വാസ് കറപ്റ്റഡ് ബൈ ലസ്റ്റ് ആൻഡ് ഡിസെപ്ഷൻ. അതിനകത്ത് ദ്രവത്വം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ മനുഷ്യന്റെ അകത്ത് അഴുക്കുണ്ടായിരുന്നു, നുണയുണ്ടായിരുന്നു, ചതിയുണ്ടായിരുന്നു. നമ്മുടെ
നമ്മുടെ പഴയ മനുഷ്യന്റെ അകത്ത് ജഡം പൊങ്ങി വരുമായിരുന്നു. അവൻ തിരുവചനം നമ്മളോട് പറയുന്നു, നമ്മൾ പുതിയതായ ക്രിസ്തുവിന്റെ വചനം കേൾക്കും തോറും, നമ്മൾ ക്രിസ്തുവിനെ അറിയും തോറും നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ മനഃപൂർവ്വമായി ഉരിഞ്ഞ് ദൂരെ കളയണം. ഹല്ലേലൂയ. എന്നിട്ട് 23 പറയുന്നു, പകരം ലെറ്റ് ദ സ്പിരിറ്റ് renew your thoughts and attitudes. പകരം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നടപ്പും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങളെ പുതുക്കത്തിൽ നടത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, എൻ്റെ പഴയ മനുഷ്യൻ ആരാണ്, എൻ്റെ പഴയ സ്വഭാവം എന്താണ്, എൻ്റെ പഴയ രീതികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്രിസ്തുവിലാകുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ബോധത്തോടെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് തിരുവചനം പറയുന്നു, ഇൻസ്റ്റെഡ് ലെറ്റ് ദ സ്പിരിറ്റ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സമ്മതിക്കണം നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി വെച്ച് പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് കൂട്ടുചേർന്നിരുന്ന് നമ്മൾ തിരിച്ചറിയണം, എനിക്കിനി ഇരുട്ടിന്റെ പരിപാടികളൊന്നും വേണ്ട. അല്ലെ, ചിലപ്പം പ്രലോഭനങ്ങൾ പൊങ്ങി വരും അല്ലെ. നമ്മൾ ക്രിസ്തുവിനെ അറിയും തോറും ക്രിസ്തുവിനെ പോലെ ആയി തീരാനാ നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രമം. എന്താ, ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കും തോറും വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുക. നമ്മൾ ലോകത്തിന് കാഴ്ച വെക്കുക, ഇതാണ് ക്രിസ്തു. ചിലപ്പം കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുമ്പം എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറയും. ആ വർത്തമാനങ്ങൾ ചിലപ്പം ഭയങ്കര തമാശ ആയിരിക്കാം, ചിലപ്പോൾ അത് നല്ലതായിരിക്കത്തില്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ നല്ലതായിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നതായിരിക്കും. ചിലവരൊക്കെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവരെ കളിയാക്കും, ചിലവര് മറ്റുള്ളവരെ കളിയാക്കും, ചിലവര് കുറ്റമായിരിക്കും പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് അതിന്റെ കൂട്ടാകാൻ ഭയങ്കര ഒരു കൊതിയാകും അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ ക്രിസ്തുവിനെ പോലെയാണോ അതോ ഞാൻ പഴയ മനുഷ്യനെയാണോ? തിരുവചനം പറയുന്നത് ലെറ്റ് ദ സ്പിരിറ്റ് ഹല്ലേലൂയ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കുക. എന്താണ് അനുവദിക്കേണ്ടത്? നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു വെച്ചേച്ച് പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ. ആ സമയത്ത് നമ്മൾ എപ്പോഴും വചനം പഠിക്കുന്നത് റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. നമ്മളുടെ അതെന്തോ കുറെ പ്രാർത്ഥിച്ചു മറന്നു കളയുന്നതല്ല. പക്ഷെ എൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിനകത്ത് എനിക്ക് ഈ കേട്ട വചനം, ഞാൻ ഈ അറിഞ്ഞ സത്യം എങ്ങനെ എനിക്ക് അത് റിയൽ ആക്കാൻ പറ്റും? അപ്പൊ 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ഞാൻ അവിടെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, ഞാനത് കേൾക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന വ്യക്തിക്കും പറയുന്ന വ്യക്തിയെ പോലെ തന്നെ പാപത്തിൽ പെട്ടുപോയി. ഹല്ലേലൂയ. അവിടെ കേൾക്കുമ്പോൾ നമ്മളുടെ അകത്ത് പരിശുദ്ധാത്മാവ് കിടപ്പുണ്ട്. എന്താ, നമ്മളുടെ അകത്ത് വെളിച്ചം വന്നു, ക്രിസ്തു കേറി വന്നു. ഹല്ലേലൂയ. ക്രിസ്തു വന്നപ്പം ഇരുട്ട് മാറി പ്രകാശമായി. അപ്പം പ്രകാശത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാ വചനം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തിരുവചനം പറയുന്നു ഹല്ലേലൂയ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്വഭാവങ്ങളും പരിശുദ്ധ ആത്മാവ് ഒന്ന് മാറ്റിയെടുക്കട്ടെ, നിങ്ങളൊന്ന് അനുവദിക്ക് എന്നാ 23 പറയുന്നത്. 23, 24 പറയുന്നത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന പുതിയ മനുഷ്യന്റെ നേച്ചർ നിങ്ങളൊന്ന് ധരിക്കാനാ വചനം പറയുന്നത്. ആ 10 പേര് കൂടി നിൽക്കുന്നിടത്ത് സംസാരം ശരിയല്ല എന്ന് കേൾക്കുമ്പോൾ മെല്ലെ അങ്ങ് മാറി സ്ഥലം വിട്ടേക്കണം. അതിന് അഭിപ്രായം പറയാൻ നിൽക്കല്ല്. വീടുകൾക്കകത്തോ ജോലി സ്ഥലത്തോ കൂട്ടുകാരുടെ ഇടയിലോ ഒരു തർക്കത്തിന്റെ ഒരു വാക്ക് പൊങ്ങി വരുമ്പോൾ അവിടെ തിരിച്ചറിയണം, ഞാൻ പ്രകാശത്തിലാ വസിക്കുന്നേ, എൻ്റെ അകത്ത് പ്രകാശമുണ്ട്, എനിക്ക് ആ പ്രകാശം മാറി ഇരുട്ടാകണ്ട. അവിടെ അഭിപ്രായം പറയാൻ പോകല്ല്, മിണ്ടാതെ മാറിപ്പൊക്കോണം. സ്തോത്രം. ചിലപ്പോ അകത്തൊരു യുദ്ധം നടക്കുന്നത് അനുഭവിക്കാം. അകത്ത് ഇങ്ങനെ പറയും, നിനക്ക് അതിനൊരു മറുപടി പറയാമായിരുന്നു, നിന്നോട് പറഞ്ഞല്ലേ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. ഹല്ലേലൂയ. അതാ ഇരുട്ടിന്റെ പ്രവൃത്തിയാ സംസാരിക്കുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തിക്ക് വിട്ടുകൊടുക്കണ്ട. യേശു എവിടെങ്കിലും തന്നെ ബോധിപ്പിക്കാൻ നടന്നോ? യേശു എവിടെങ്കിലും സംസാരിച്ച് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തിരിക്കാനായിട്ട് നടന്നോ? യേശു എങ്ങും നടന്നില്ല. സ്തോത്രം. മിണ്ടാതിരുന്നത് കൊണ്ട് ഹല്ലേലൂയ കർത്താവ് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റി. ജോസഫിനെ പിടിച്ച് ഓരോ ജയിലിനകത്തും വിട്ട് ജോസഫിനെ അടിമക്കച്ചവടത്തിന് വിട്ടപ്പം ജോസഫ് എവിടെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ നിന്നോ? ജോസഫ് എവിടെങ്കിലും പറഞ്ഞോ ഇത് എന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ സഹോദരന്മാർ എന്നെ പറ്റിച്ചതാണ്? മിണ്ടിയില്ല. ആരും അറിഞ്ഞില്ല സഹോദരന്മാര് പറ്റിച്ചതാണെന്ന്. എങ്ങും
നമ്മൾ ആ ജോസഫിന്റെ യാത്ര പഠിക്കുന്നിടത്ത് ഒരു മനുഷ്യർക്ക് പോലും അറിഞ്ഞില്ല സഹോദരന്മാര് ജോസഫിനെ പറ്റിച്ചിട്ട് കുഴിക്കകത്ത് കൊണ്ടിട്ടിട്ട് കച്ചവടം ചെയ്തതാണെന്ന്. ഹല്ലിയ. അതാണ് ജോസഫ് ഒടുവിൽ മിടുക്കനായിട്ട് പറയുന്നത്, നിങ്ങള് എന്നെ തിന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്, പക്ഷെ ദൈവം ആണ് ഇത് നന്മയ്ക്കാക്കി തീർത്തതെന്ന്. ഹല്ലേലൂയ. ദൈവമാണ് തീരുമാനിച്ചത് എന്നെ ഇവിടെ കൊണ്ടുവരണം, നിങ്ങളെ രക്ഷിക്കാൻ. കണ്ടോ, വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാനാ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന. സ്തോത്രം. ഇന്നൊരു തീരുമാനം എടുത്തേ, എനിക്ക് ഇരുട്ടിന്റെ പ്രവൃത്തികൾ വേണ്ട. ഹല്ലേലൂയ. എഫെസ്യർ 4:23-24 പറയുന്ന, ഇൻസ്റ്റെഡ് ലെറ്റ് ദ സ്പിരിറ്റ് renew your thoughts and attitudes. അന്ന് മലയാളത്തിൽ വായിച്ച 23. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ പുതുക്കം പ്രാപിച്ച്, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. അത് 23-24. സോ ഹല്ലേലൂയ. അപ്പൊ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു എന്ന് പറഞ്ഞ് എനിക്ക് പുതിയ മനുഷ്യന്റെ ആ രീതിയിൽ എനിക്ക് നടക്കണം. സ്തോത്രം. എന്റെ ചിന്ത നമ്മൾ എപ്പോഴേലും നമ്മളിപ്പം പുറമെ പലതും പറയും അല്ലെ, പക്ഷെ എപ്പോഴേലും നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന ചിന്തകളെ നമ്മൾ അളന്നിട്ടുണ്ടോ? സ്തോത്രം. പലവരും പുറത്തോട്ടൊന്നും പറയത്തില്ല, പക്ഷെ അകത്തിങ്ങനെ വെച്ചു കൂട്ടും. ഞാൻ പറയട്ടെ, ഹൃദയത്തിനകത്ത് നടക്കുന്ന ചിന്തകളെ കുറിച്ച് ഭയങ്കര ബോധമുള്ളതായിരിക്കണം. നമ്മുടെ പുറമെ നല്ല വെളിച്ചമാ, പക്ഷെ അകത്തൊന്ന് നോക്കിക്കേ, അകത്ത് ചിന്തകൾ എന്തൊക്കെ ചിന്തകളാ വരുന്നേ. നമ്മുടെ ചിന്തകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം, എന്റെ ചിന്തകളെ ഞാൻ കൈകാര്യം ചെയ്യും. സ്തോത്രം. ആ ഇരുട്ടിന്റെ ചിന്തകള്, വെറുപ്പിന്റെ ചിന്തകള്, ദേഷ്യത്തിന്റെ ചിന്തകള്, കുറ്റത്തിന്റെ ചിന്തകള്, എന്നാലും അവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് വരുന്ന ആ ചിന്ത, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തിട്ട് ഈ മനുഷ്യനൊന്നും ചെയ്യുന്നില്ലല്ലോ, ആ ചിന്ത കയറി വരുന്നില്ലേ, ആ ചിന്തയെ അവിടെ വെച്ച് പിടിക്കണം. ഹല്ലിയ. എന്നിട്ട് പറയണം, എനിക്ക് ഇരുട്ട് വേണ്ട, എനിക്ക് പ്രകാശം മതി. ഹല്ലിയ. ആ ഹൃദയത്തിനകത്ത് ഇരുട്ടിന് ഒരു ഇടവും കൊടുക്കല്ല. സ്തോത്രം. ഇരുട്ടിന് ഒരു സ്ഥാനവും കൊടുക്കല്ല. അനുഗ്രഹം അനുഭവിക്കണോ, ഉയർച്ചയുള്ള ജീവിതം ജീവിക്കണോ? സ്തോത്രം. ഗ്രാഫ് മേളിലോട്ട് വർദ്ധിക്കുന്നത് കാണാൻ ഇടയാകണോ? ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് നടക്കുന്ന പാതകളിലൊക്കെ ഇരുട്ടില്ലാതെ വിശാലതയും വെളിച്ചവും കാണണോ? ആ ഹൃദയത്തിനകത്ത്, എന്ന് വെച്ചാൽ വെളിച്ചം എവിടാ വന്നത്? ഹൃദയത്തിനകത്താ വന്നേ. തിരുവചനം അല്ലെ, നമ്മൾ എഫെസ്യർ 4:18 വായിക്കുമ്പോൾ തിരുവചനം അവിടെ പറയുന്നു, ജാതികള് അവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവരവരുടെ ഹൃദയങ്ങളെ അടച്ചു വെച്ചു, അതുകൊണ്ട് ആ പ്രകാശം കയറി വരാൻ സാധിക്കാഞ്ഞത്. പക്ഷെ നമ്മളുടെ ഹൃദയമോ നമ്മൾ തുറന്നു വെച്ചത് കൊണ്ട് വെളിച്ചമായ ക്രിസ്തുവിന്റെ വചനത്തിനകത്ത് കയറാൻ സാധിച്ചു. ഇനി അകത്ത് വസിക്കുമ്പോ, ഹൃദയത്തിനകത്ത് വെളിച്ചം വരുമ്പോ ആ വെളിച്ചം വ്യാപരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും മാത്രമല്ല വെളിച്ചം അകത്ത് കയറി മറിയേണ്ടത്. സ്തോത്രം. അല്ലാതെ നടക്കുമ്പോഴും വെളിച്ചം അകത്ത് കയറി പ്രകാശിക്കണം. ഇന്ന് പറഞ്ഞേ, എന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഹല്ലിയ. എന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. സ്തോത്രം. ഹല്ലിയ. എന്നിട്ട് എഫെസ്യരുടെ ലേഖനം 5 പറയുന്നു, സോ ലിവ് ആസ് പീപ്പിൾ ഓഫ് ലൈറ്റ്. എന്ന് വായിച്ച 5:8. എഫെസ്യർ 5:8. നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. ആ കർത്താവിൽ വെളിച്ചമാകുന്നു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, ബട്ട് നൗ യു ഹാവ് ലൈറ്റ് ഫ്രം ദ ലോർഡ്. ഇപ്പോഴോ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രകാശമുണ്ട്. ഹല്ലിയ. ഈ പ്രകാശം എവിടാ വന്നത്? എന്റെ ഹൃദയത്തിനകത്താ വന്നത്. ഹല്ലിയ. എന്നുവെച്ചാൽ എഫെസ്യർ 4:17-18 തുടങ്ങിയത്, ചിലവര് അവരുടെ ഹൃദയങ്ങളെ അടച്ചു വെച്ചു വെളിച്ചം കയറാതിരിക്കാൻ. അപ്പം നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിനകത്താ വെളിച്ചം കയറിയത്. അതാണ് വചനം പറയുന്നത്, ഈ പുതിയ നിയമം നമ്മുടെ ഹൃദയമായ മാംസപ്പലകയില എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലിയ. അപ്പം വെളിച്ചം നമ്മുടെ ഹൃദയത്തിലാ വന്നത്. ഈ വെളിച്ചം വന്ന ഹൃദയം കൊണ്ട് നമുക്ക് ഇരുട്ടിന്റെ ചിന്തകളെ ചിന്തിക്കാൻ ഇനി അനുവാദമില്ല. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗങ്ങളാ. വി ബിലോങ് ടു ക്രൈസ്റ്റ്. ഹല്ലിയ. ഇഫ് വി ബിലോങ് ടു ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിന്റെ അവകാശികളാണെങ്കിൽ ഇനി നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരുട്ടിന് സ്ഥാനം കൊടുക്കല്ല. ഇന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടിന് സ്ഥാനം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. മനഃപൂർവ്വമായിട്ട് നമ്മുടെ ചിന്തകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം, നമ്മുടെ ചിന്തകളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. എന്നിട്ട് അവിടെ വചനം പറയുന്നു, എഫെസ്യരുടെ 5:8 അങ്ങനെ വായിച്ചു, യു ഹാവ് ലൈറ്റ് ഫ്രം ദ ലോർഡ്. ഇപ്പോഴോ നിങ്ങൾക്ക് ക്രിസ്തു
ക്രിസ്തുവിൽ നിന്നുള്ള വെളിച്ചം നിങ്ങൾക്കുണ്ട്. അവിടെ നിങ്ങൾ പറയണം, ഈ വെളിച്ചം എൻ്റെ ഹൃദയത്തിനകത്താ. എന്നിട്ട് അവിടെ വചനം നമ്മളെ നിർബന്ധിക്കുന്നു, സോ ലിവ് ആസ് പീപ്പിൾ ഓഫ് ലൈറ്റ്. അതുകൊണ്ട് നിങ്ങൾ പ്രകാശത്തിന്റെ ജനമായി നിങ്ങൾ ജീവിക്കുക എന്നാ ഇംഗ്ലീഷിൽ ആ ട്രാൻസ്ലേഷൻ വരുന്നേ. എഫെസ്യർ 5:8. ഹല്ലിയ. എന്നിട്ട് അതിന്റെ 9 പറയുന്നു. 9 മലയാളത്തിൽ വായിച്ചേ. എഫെസ്യർ 5:9. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി നടന്നുകൊള്ളുക. സ്തോത്രം. For this light within you produces only what is good and right and true. എന്തുകൊണ്ടെന്നാൽ ഈ വെളിച്ചം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ വെളിച്ചം നല്ലതും നേരും നീതിയും അല്ലെ, അതാണ്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ. അതേതാ വചനം? 10. ഓക്കെ, അത് മലയാളത്തിൽ 10 ഒന്നും കൂടെ വായിച്ച ആ വചനം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ. സൽഗുണവും നീതിയും സത്യവും. ഹല്ലേലൂയ. ഇതാണ് വെളിച്ചത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഇതിനെ കുറിച്ച് നമ്മൾ ബോധമുണ്ടായിരിക്കണം. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, ഞാൻ വെളിച്ചത്തിലാ വസിക്കുന്നേ. ഹല്ലേലൂയ. വെളിച്ചത്തിൽ വസിക്കുമ്പോൾ ഈ വെളിച്ചം വരുന്നത് ഞാൻ വെറുതെ സ്വർഗരാജ്യത്തിനകത്ത് കയറിയത് കൊണ്ടല്ല, ഞാൻ വെറുതെ ഒരു സഭയുടെ ഭാഗമായത് കൊണ്ടല്ല, ഞാൻ വെറുതെ ക്രിസ്തുവിനെ അനുയായിക്കുന്ന അല്ലെ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തി ആയത് കൊണ്ടല്ല, ഞാൻ വചനം വായിച്ചത് കൊണ്ടല്ല. ഹല്ലിയ. എൻ്റെ ജീവിതം പ്രകാശിക്കണമെങ്കിൽ, ഹല്ലിയ, എൻ്റെ ജീവിതം ഇന്ന് പ്രകാശിക്കുന്നുണ്ടോ നോക്കണം. ജീവിതത്തിനകത്ത് എവിടെ നോക്കിയാലും പ്രകാശമാണോ എന്ന് നോക്കണം. പ്രകാശമില്ലെങ്കിൽ ഹൃദയത്തിനകത്ത് എവിടോ ഇരുട്ട് കയറിപ്പോയി. സ്തോത്രം. ഇന്ന് ആ ഇരുട്ടിനെ കുറിച്ച് അറിവുണ്ടാകണം. വെളിച്ചത്തിനെ കുറിച്ചും ഇരുട്ടിനെ കുറിച്ചും അറിവുണ്ടാണ്. ഇന്നിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് ഇന്ന് ഈ വചനം എടുത്തു വെച്ചിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഹല്ലിയ, ആ വചനമാണ് വെളിച്ചം. ഈ വചനം എൻ്റെ അകത്ത് കയറി വന്നിട്ട് എവിടെങ്കിലുമൊക്കെ ഇരുട്ടിന്റെ ശക്തികൾ വ്യാപരിച്ചു നിൽപ്പുണ്ടെങ്കിൽ ആ ഇരുട്ടിന്റെ ശക്തിയെ ആട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഹല്ലിയ. ചിന്തകളും മനോഭാവങ്ങളും മാറ്റാനാ ദൈവവചനം നമ്മളോട് പറയുന്നത്. ഹല്ലിയ. ഇന്ന് തൊട്ട് എൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകളെ കുറിച്ചും എൻ്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വരുന്ന ഓരോ വിചാരങ്ങളെ കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഞാൻ അറിവുള്ള വ്യക്തിയായിരിക്കും എന്ന് തീരുമാനമെടുക്കണം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്തെ നിക്ഷേപങ്ങളാ വായിക്കകത്തൂടെ പുറത്തു വരുന്നേ എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു അല്ലെ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്തെ നിക്ഷേപങ്ങള് നല്ലതാണെങ്കിൽ, വെളിച്ചമുള്ളതാണെങ്കിൽ പുറത്തേക്ക് വരുന്നതും വെളിച്ചമുള്ളതാ. ഒരാളെ കാണുമ്പം അവരെ കുറിച്ച് കുറച്ചു കഴിഞ്ഞിട്ട് കുറ്റമാണോ ചിന്തിക്കുന്നേ, അന്ന് ഹൃദയം മൊത്തം ഇരുട്ടിൽ കിടക്കുക. സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ ഈ വർഷം തീരാറാവുമ്പോഴത്തേക്ക് കർത്താവിന്റെ സന്നിധിയിൽ അടുക്കും തോറും കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ അകത്ത് ഇരുട്ട് വേണ്ട, എൻ്റെ ജീവിതം മൊത്തത്തിൽ പ്രകാശിക്കണം. മറ്റുള്ളവരെന്നെ കാണുമ്പോൾ ഒരു ഗ്ലോറിയസ് ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് നിൽക്കണം. സ്തോത്രം. കർത്താവിന്റെ വചനത്തിന്റെ പ്രകാശം എൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപരിക്കണം. എൻ്റെ ജീവിതത്തിനകത്തെ ഇരുട്ടിന്റെ മേഖലകളൊന്നും എനിക്ക് കാണിച്ചു തരണം. ഇരുട്ടിന്റെ ചിന്തകള്, ഇരുട്ടിന്റെ കൊടുക്കൽ വാങ്ങുകല്, ഇരുട്ടിന്റെ വർത്തമാനങ്ങള്, ഇരുട്ടിന്റെ വികാരങ്ങള്, ഇരുട്ടിന്റെ വിചാരങ്ങള്, ഇതൊക്കെ എന്നെ ഒന്ന് കാണിച്ചു തന്ന് അതെല്ലാം എൻ്റെ അകത്തുനിന്ന് മാറിപ്പോകാൻ എന്നെ ഒന്ന് സഹായിക്കണം. സ്തോത്രം. കർത്താവിന്റെ വചനം നമ്മളെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. തിരുവചനം അതാ പറഞ്ഞ, ലെറ്റ് ദ സ്പിരിറ്റ് renew your thoughts and attitudes. ഹല്ലിയ. ആത്മാവ് നിങ്ങളെ ഒന്ന് പുതുക്കത്തിൽ ഒന്ന് ആക്കി തീർക്കട്ടെ. ആ വചനം ഒന്ന് വായിച്ചേ. എഫെസ്യർ 4:23. ഇൻസ്റ്റെഡ്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരെ പോലെ നടക്ക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ലെറ്റ് ദ സ്പിരിറ്റ് renew you. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിലെ. കർത്താവേ, ഹല്ലേലൂയ. ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് എൻ്റെ ജീവിതം വിശുദ്ധമാക്കി തീർക്കുവാൻ വേണ്ടി അല്ലെ, ഈ ഒരു ആഗ്രഹത്തോടെ എൻ്റെ കർത്താവേ, നീ വചനം കേട്ട് ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിന്ന് നന്മ പ്രാപിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം ജീവിച്ചാൽ മാത്രമേ ഈ നന്മ വെളിപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ നന്മ ശാശ്വതമായി നിൽക്കത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഉള്ളിന്റെ ഉള്ളിനകത്ത് അങ്ങയുടെ വെളിച്ചം വ്യാപരിച്ച്
ഓരോ മേഖലയ്ക്കകത്തും ഇരുട്ടിന്റെ എല്ലാ പ്രവൃത്തികളും മാറിപ്പോകട്ടെ, ശൂന്യമായി പോകട്ടെ. ഈ ദിവസങ്ങളില് ഹല്ലിയ അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപരിക്കുന്ന ആ ശക്തിയെ അങ്ങയുടെ ജനം തിരിച്ചറിയുവാൻ വേണ്ടി കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസിയെ പോലല്ല, പക്ഷെ ഒരു അസാധാരണമായ ദൈവത്തിന്റെ അസാധാരണമായ ആ പവറിനകത്ത് ജീവിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.